അമേരിക്കയിലേക്ക് തിരികെ എത്തുമ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിൽ ആണ് പ്രഖ്യാപനം. ഒരു കുഞ്ഞിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ സിനിമാ നിർമ്മാണ ബിസിനസ് അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ട്രംപിന്റെ ആക്ഷേപം. നികുതി ഇളവുകളും വിദേശത്തെ വേതനം കുറഞ്ഞ തൊഴിലാളികളും തേടുന്നതിന് പകരം സ്റ്റുഡിയോകളെ US മണ്ണിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനാണ് താരിഫുകൾ ലക്ഷ്യമിടുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, ഇത് ഹോളിവുഡ് ഇൻഡസ്ട്രിയെ ഒന്നാകെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണല്ലോ. സിനിമാ ലോകം, പ്രത്യേകിച്ച് ഹോളിവുഡ്, ഏത് നിലയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, ഇവിടെ ട്രംപ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സിനിമാ വ്യവസായം അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പല രാജ്യങ്ങളും അതിൻ്റെ ടൂറിസവും മറ്റു കാര്യങ്ങളും മുൻനിർത്തി ഈ സിനിമാ വ്യവസായത്തിന് വലിയ തോതിൽ നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്. രണ്ട്, ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ചിലവ് കുറഞ്ഞ ആളുകളെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അത് കൂടുതൽ ലാഭകരമാകും. അതുകൊണ്ട് ഈ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ഇതൊക്കെ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ബാധിക്കുന്നത് ഹോളിവുഡിനെയാണ്. പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ ഗവർണർ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാലിഫോർണിയയെ സംരക്ഷിക്കാനും ഈ ഹോളിവുഡിനെ നിലനിർത്താനും ഒക്കെ തനിക്ക് ചില കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മുട്ടായി പതുക്കെ തട്ടിയെടുക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് സിനിമാ വ്യവസായത്തെ ആളുകൾ തട്ടിയെടുക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ചെറിയ ചില ഇളവുകളൊക്കെ നൽകുകയും അവിടുത്തെ സാമ്പത്തിക ലാഭമൊക്കെ കാണിച്ച് കൊതിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് അമേരിക്കൻ സിനിമാ വ്യവസായത്തെയും കാലിഫോർണിയയും സംരക്ഷിക്കാനുള്ള തൻ്റെ ഒരു നീക്കമാണ് ഇത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നോർത്ത് കരോളിനയിൽ അവിടെ വലിയ ഫർണിച്ചർ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ ഫർണിച്ചർ അവിടെ നിന്ന് പലരും വാങ്ങുന്നില്ല. അപ്പോൾ ഫർണിച്ചർ വാങ്ങാത്ത കാലിഫോർണിയൻ ഫർണിച്ചറുകൾക്ക് ഒരു ഇറക്കുമതി അനുമതി കൊടുക്കാത്ത രാജ്യങ്ങളെയൊക്കെ ഇനി കർശനമായി പിടിക്കാൻ പോവുകയാണ്. കാലിഫോർണിയയും രക്ഷിക്കേണ്ടതുണ്ട്, നോർത്ത് കരോളിനയെയും രക്ഷിക്കേണ്ടതുണ്ട്. ഈ സിനിമാ വ്യവസായത്തിൽ എങ്ങനെയാണ് കാലിഫോർണിയ രക്ഷിക്കുന്നത്, അതുപോലെ ഈ ഫർണിച്ചർ വ്യവസായത്തിൽ നോർത്ത് കരോലിനയെയും രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് സ്ഥലത്തും ആവശ്യമായ ചില താരിഫുകൾ ഉണ്ടാക്കി താൻ ഇവരെ സംരക്ഷിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരിഫ് തർക്കങ്ങൾക്ക് ഇടയിൽ ട്രംപ് പുതിയ പ്രഖ്യാപനങ്ങളുമായി വരികയാണ്. ഏതായാലും പീയൂഷ് ഗോയൽ ഇന്ന് വ്യക്തമാക്കിയത് അമേരിക്കയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായും നിരവധി രാജ്യങ്ങളുമായി ഇത്തരം കരാറിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ത്യ ഇതിനെയൊക്കെ നോക്കിക്കാണുമ്പോഴും ട്രംപ് അനുദിനം തൻ്റെ നടപടികൾ കൂടുതൽ കർശനമാക്കുകയും പലതരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യെസ്, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് 5-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടായതാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള സിനിമകൾക്ക് ആണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഉള്ള താരിഫ് നിശ്ചയിച്ചത് എങ്കിൽ ഇപ്പോൾ അമേരിക്കനിൽ ഉള്ള ആളുകൾ പുറത്തുപോയി അമേരിക്കയുടെ സിനിമ നിർമ്മിച്ചാലും ഇത്തരത്തിലുള്ള താരിഫ് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം.